മുഖ്യമന്ത്രിയെ പരിഹസിച്ച് ഷാഫി പറമ്പിലി എംഎൽഎ. മുഖ്യമന്ത്രിക്ക് അസാമാന്യ തൊലിക്കട്ടിയാണ്. സോളാർ കേസ് സിബിഐക്ക് വിട്ടതിന് തൊട്ടുപിന്നാലെ ലൈഫ് കേസിൽ സിബിഐ വരാതിരിക്കാൻ കോടതിയിൽ വാദിക്കുന്നത് ഇരട്ടത്താപ്പാണ്. സിബിഐ വരാതിരിക്കാൻ ചെലവഴിച്ച പണം ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണം. സോളാർ പരാതിക്കാരി പിൻവാതിൽ നിയമന തട്ടിപ്പ് നടത്തിയതിന് കേസുണ്ടായിട്ടും എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിഴലും ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുമ്പോഴും പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി സോളാർ കേസ് സിബിഐക്ക് വിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നതിന്റെ മുമ്പാണ് സുപ്രീം കോടതിയിൽ ഒരു സിബിഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കേസ് വാദിക്കുന്നത്. ഇത് നീതിക്ക് വേണ്ടിയെടുത്ത തീരുമാനത്തിന്റെ പേരിലോ ചങ്കിന്റെ എണ്ണ കൂടുതലുള്ള ആളുകളുടെ തീരുമാനത്തിന്റെ പേരിലോ ആയിരിക്കില്ല. അസാധാരണമായ തൊലിക്കട്ടിയുടെ പേരിലായിരിക്കും പിണറായി വിജയന്റെ ഈ തീരുമാനം അറിയപ്പെടുക എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ സിബിഐ അന്വേഷണത്തിന് ഉടൻ സ്റ്റേ ഇല്ല. അന്വേഷണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി സിബിഐക്ക് നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റേതാണ് നടപടി. സിബിഐ അന്വേഷണത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് ഉടൻ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരോ ലൈഫ് മിഷനോ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ല. അതിനാൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചുവെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് കസ്റ്റംസ് ഇഡി കേസുകളിൽ ജാമ്യം. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിലും ഇഡിയുടെ കള്ളപ്പണ കേസിലുമാണ് ജാമ്യം. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത ഡോളർ കടത്ത് കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ശിവശങ്കറിന് പുറത്തിറങ്ങാനാകും. ഇഡി അറസ്റ്റ് ചെയ്തത് 89 ദിവസത്തിന് ശേഷമാണ് ശിവശങ്കറിന് ജാമ്യം ലഭിക്കുന്നത്. നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തിയതിന് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ശിവശങ്കറിന് എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. തൊട്ടുപിന്നാലെ ഡോളർ കടത്ത് കേസിൽ എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ നൽകി. 15 കോടി രൂപയുടെ ഡോളർ കടത്തിൽ ശിവശങ്കറിന് പങ്കുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തൽ. ശിവശങ്കറിനെതിരെ ശക്തമായ തെളിവുണ്ടെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. കേസിൽ ശിവശങ്കറിനെ ജനുവരി 27-ന് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. ഇഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിൽ ഹൈക്കോടതിയാണ് ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചത്. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് ജാമ്യം. ഒക്ടോബർ 28-നാണ് ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ശിവശങ്കർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ ഗൂഢാലോചനയിൽ ശിവശങ്കറിന് പങ്കുണ്ടെന്നും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്നുമായിരുന്നു ഇഡിയുടെ വാദം. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ എം ശിവശങ്കറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല. കാക്കനാട് ജില്ലാ ജയിലിലുള്ള ശിവശങ്കറിന് ഈ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങാം. ന്യൂസ് 18 കൊച്ചി. ഹിമാലയൻ മഞ്ഞുമലകൾ മുതൽ മേഘാലയൻ മഴനിഴൽ കാടുകൾ വരെ അസമിൽ എന്നും നിറഞ്ഞൊഴുകുന്ന ബ്രഹ്മപുത്ര തടം, ദാഹിക്കുന്ന രാജസ്ഥാനിലെയും തമിഴ്നാട്ടിലെ വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ, ലഡാക്കിലെ ഹിമഗിരികളും ഡാമനിലെ ഉപ്പളങ്ങളും ഇന്ത്യയുടെ ജലഭൂപടം വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. ഓരോ ദേശങ്ങളുടെയും ജലവിഭവങ്ങളുടെ വ്യത്യസ്തത വ്യക്തമാക്കുന്ന ഹാർപിക് ന്യൂസ് 18 മിഷൻ പാനി ഇൻഫോഗ്രാഫിക്സിലേക്ക്. स्वच्छता और पानी, सोचो तो क्यों है आज सहमा सहमा पानी, ये चुपचाप पानी क्यों? चलो बदल दे ये कहानी, कहानी बचा ले निशानी. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 2 സീറ്റ് അധികം നൽകുന്നത് പരിഗണനയിൽ. 5 സീറ്റുകൾ അധികം വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. അതേസമയം കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുള്ള മറ്റ് ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. സീറ്റ് വിഭജനത്തിനായുള്ള യുഡിഎഫിന്റെ ഉഭയകക്ഷി ചർച്ച ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നടക്കും. പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കുമെന്ന് വി കെ ഇബ്രാഹിം കുഞ്ഞ്.
മകൻ മത്സരിക്കുന്നതിനെക്കുറിച്ചും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇത്തരത്തിൽ ഒരാലോചനയും നടന്നിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ബാധിക്കില്ല. കളമശ്ശേരിയിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തനിക്ക് അനുകൂലമാണെന്നും ഇബ്രാഹിം കുഞ്ഞ്. ഈ ഇലക്ഷൻ മത്സരത്തെ കാര്യം വല്ല ആലോചന ഉണ്ടായോ? വല്ല ആലോചന നടത്തിയിട്ടുണ്ടോ? ഒരാലോചന നടന്നിട്ടില്ല. പാർട്ടി ആണല്ലോ തീരുമാനിക്കേണ്ടത് ഇലക്ഷന് മത്സരിക്കണമോ വേണ്ടയോ. നമ്മള് അല്ലല്ലോ തീരുമാനിക്കണം. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ പോകും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അത്രേ ഉള്ളൂ. ഈ കേസും ഇങ്ങനെ അറസ്റ്റൊക്കെ വന്നതുകൊണ്ടേ അത് ഇപ്പൊ UDF-ന്റെ പ്രതിച്ഛായയെ ബാധിക്കുമോ അത്തരം ഇഷ്യൂസ് ഒക്കെ? അല്ല, ഇവരിപ്പോ ഏത് UDF-കാരന്റെ പേരിലാണ് കേസ് എടുക്കാത്തുള്ള. അങ്ങനെ UDF-ൽ മത്സരിക്കാൻ പറയാറുണ്ടാവില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും കളമശ്ശേരിയിൽ സ്വാധീനിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു കളമശ്ശേരിയിലെ ജനങ്ങള് ആ രീതിയിൽ വളരെ പൊളിറ്റിക്കലി വളരെ ഫേമാണ് അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പൊളിറ്റിക്കലി ഫേം. CM പ്രകാശ് ചേരുന്നു. പ്രകാശ്, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ഇബ്രാഹിം കുഞ്ഞ്? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പങ്കുവച്ചത്? നമുക്കറിയാം, പാലാരിവട്ടം പാലത്തിന്റെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ദീർഘനാൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അല്പം മുമ്പാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയത്. ആ മടങ്ങുന്ന ഇതിനിടയിലുള്ള ഘട്ടത്തിലാണ് നമ്മളുമായി ടെലിഫോണിൽ സംസാരിച്ചത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. ഇത്തരം കേസുകളൊന്നും ഒരു തരത്തിലും തൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല. എന്നാൽ പാർട്ടി ഈ മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ആലോചന നടത്തിയിട്ടില്ല. തൻ്റെ മകൻ മത്സരിക്കുമെന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലും ഒരു ആലോചനയെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. പാർട്ടിയാണ് ഇക്കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് തന്നെ അടക്കം കേസിൽ കുടുക്കിയിട്ടുള്ളത്. UDF-ന്റെ ഒട്ടുമിക്ക നേതാക്കൾക്കെതിരെയും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേസുകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും തൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇബ്രാഹിം കുഞ്ഞ് പറയുന്നത്. നേരത്തെ കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ഈ VK ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിച്ചതും. മുസ്ലിം എഡ്യൂക്കേഷൻ ട്രസ്റ്റിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ശരി, നന്ദി പ്രകാശ്. കനത്ത സുരക്ഷയിൽ രാജ്യം നാളെ 72ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പത്മ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. ജലസംരക്ഷണത്തിന് അവബോധം സൃഷ്ടിക്കാൻ സംഘടിപ്പിക്കുന്ന ഹാർപിക് ന്യൂസ് 18 മിഷൻ പാനി ക്യാമ്പയിൻ വലിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. മറ്റന്നാൾ വാട്ടർത്തോൺ നടക്കാനിരിക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രമേശ് പൊഖ്രിയാലിന്റെ സന്ദേശത്തിലേക്ക്. स्वच्छता और पानी। आप जानते हैं कि पीछे के दिनों में जब जल संरक्षण का विषय आया था तो छात्र 1 लीटर एक छात्र ने 1 लीटर पानी को बचाया था और करोड़ों लीटर प्रतिदिन ये पानी की बचत की थी। मेरा फिर निवेदन रहेगा, क्योंकि इस देश में 33 करोड़ से भी अधिक छात्र छात्र हैं, मैं उनसे निवेदन करूंगा और उनके माता पिता को भी यदि निवेदन होगा तो 100 करोड़ से भी अधिक लोगों को ये सीधा मेरा निवेदन पहुंच रहा है कि मैं आपसे अपील करता हूं कि जल के संरक्षण की दृष्टि से आप हमेशा आगे आए हैं, जल का संरक्षण करें। हमको बचानी है ये जिंदगानी।